നമസ്കാരം. രാജ്യാന്തര അവയവക്കടത്ത് മാഫിയയ്ക്ക് കേരളത്തിൽ വലിയ സ്വാധീനമുണ്ടെന്നും അതിൻ്റെ ഏജന്റുമാർ നൂറുകണക്കിന് ആളുകളെ ഇരയാക്കിയിട്ടുണ്ടെന്നുമുള്ള ഞെട്ടിക്കുന്ന വാർത്ത കഴിഞ്ഞ 2 ദിവസം മുമ്പാണ് കേരളത്തിൽ ചർച്ചയായത്. ഇപ്പോൾ ഈ അവയവ മാഫിയയുടെ തീവ്രവാദ ബന്ധം, ആ ബന്ധത്തിൻ്റെ അന്വേഷണത്തിലേക്ക് കടന്നിരിക്കുകയാണ് കേന്ദ്ര ഏജൻസിയായ NIA. അതായത് ഈ അവയവ മാഫിയ ഇറാൻ കേന്ദ്രീകരിച്ചാണ് ഈ അവയവങ്ങൾ ദാതാക്കളിൽ നിന്നും വേർപെടുത്തിയിരുന്നതും പിന്നീട് അന്താരാഷ്ട്ര അവയവ മാർക്കറ്റിൽ കൊണ്ടുപോയി വലിയ രീതിയിൽ വലിയ ലാഭത്തിന് വിറ്റഴിക്കുകയും ചെയ്തത് എന്ന് നമ്മൾ കണ്ടതാണ്. ഇതിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കണ്ണി കൊച്ചി നെടുമ്പാശ്ശേരി വിമാനത്താവളത്തിൽ അറസ്റ്റിലാകുന്നതോടുകൂടിയാണ് ഈ അവയവക്കടത്ത് മാഫിയയുടെ സ്വാധീനം പുറം ലോകം അറിയുന്നത്. അത് കേരളത്തിൽ നിന്ന് മാത്രമല്ല, ഹൈദരാബാദിലും അതുപോലെ തന്നെ ബാംഗ്ലൂരിലും ദില്ലിയിലും ഇതിൻ്റെ ഓപ്പറേഷൻസ് നടന്നതായും നിരവധി പാവപ്പെട്ട ആളുകളെ വലിയ തുക വാഗ്ദാനം ചെയ്ത് ആദ്യം കുവൈറ്റ് പോലുള്ള രാജ്യങ്ങളിൽ എത്തിക്കുകയും പിന്നീട് അവിടെ നിന്നും ഇറാനിലേക്ക് എത്തിക്കുകയും ചെയ്യുകയായിരുന്നു എന്നാണ് ഇതുമായി ബന്ധപ്പെട്ട് ലഭിക്കുന്ന വിവരം. അതിനുശേഷം അവയവങ്ങൾ മാറ്റിയ ശേഷം അവരെ നാട്ടിലെത്തിച്ചിരുന്നു. അവർക്ക് തുച്ഛമായ തുകയാണ്, വാഗ്ദാനം ചെയ്തിരുന്ന തുകകൾ പോലും കൊടുത്തിട്ടില്ല എന്നാണ് മനസ്സിലാക്കുന്നത്. ഇതിൽ നിന്നാണ് പരാതികൾ ഉയർന്നത്. പരാതി ഉയർന്നതിനെ തുടർന്നാണ് അന്വേഷണം ആരംഭിക്കുന്നത്. ഈ അന്വേഷണത്തിൽ കേന്ദ്ര രഹസ്യാന്വേഷണ ഏജൻസികളടക്കം പങ്കെടുത്തിരുന്നു. അതിനുശേഷമാണ് ആ ഒരു അന്വേഷണം നടക്കുന്ന അവസരത്തിലാണ് ഇതിലെ പ്രധാന കണ്ണി കേരളത്തിലെ ഒരു വിമാനത്താവളത്തിൽ നിന്നും പിടിയിലായത്. ഇയാൾ ഒരു ഇരയെ കുവൈറ്റിൽ എത്തിച്ച ശേഷം മടങ്ങി വരുന്ന സമയത്താണ് സാബിത് നാസർ എന്ന തൃശ്ശൂർ സ്വദേശി പിടിയിലാകുന്നത്. സാബിത് നാസറിനെ പിന്നീട് വിശദമായി തന്നെ ചോദ്യം ചെയ്തിരുന്നു. ഈ ചോദ്യം ചെയ്യലിൽ നിന്നാണ് ഇനിയും അധികം ഏജന്റുമാർ കേരളത്തിലുണ്ട് എന്നും നിരവധി പേർ പാലക്കാട് ജില്ലയിൽ നിന്നും തൃശ്ശൂർ ജില്ലയിൽ നിന്നും അടക്കം നിരവധി പേർ ഈ അവയവ മാഫിയയ്ക്ക് ഇരയായിട്ടുണ്ടെന്നുമുള്ള വിവരം കേരള പോലീസിന് ലഭിക്കുന്നത്. അതിനുശേഷമാണ് മറ്റൊരാളെ കൂടി ഈ കാര്യത്തിൽ കസ്റ്റഡിയിലെടുത്തിരിക്കുന്നു. സജിത്ത് ശ്യാം എന്ന ഒരാളെ കൂടി ഈ കേസുമായി ബന്ധപ്പെട്ട് കസ്റ്റഡിയിലെടുത്തിട്ടുണ്ട്. ഇതിൻ്റെ മുഖ്യ സൂത്രധാരൻ സാബിത് നാസർ എന്നാണ് ഇതുവരെ പുറത്തു വന്ന വിവരങ്ങൾ. പക്ഷേ സാബിത് നാസറിന് മുകളിലായി ഒരാൾ കൂടി ഈ ഓപ്പറേഷനുകളെല്ലാം നടത്തുന്ന പ്രധാനപ്പെട്ട പ്രതി ഒരാൾ കൂടി ഉണ്ട് എന്ന് ഇപ്പോൾ അന്വേഷണ സംഘം കണ്ടെത്തിയിരിക്കുന്നു. അതിൻ്റെ ഭാഗമായിട്ട് ഈ പ്രധാന പ്രതിയെ കേന്ദ്രീകരിച്ചുള്ള അന്വേഷണം ആരംഭിച്ചു കഴിഞ്ഞു. ഉടൻ തന്നെ ഈ മുഖ്യ പ്രതി പിടിയിലാകും എന്ന സൂചനയുമുണ്ട്. സാബിത് നാസറിനെ കോടതിയിൽ ഹാജരാക്കി 13 ദിവസത്തെ കസ്റ്റഡിയിലാണ് ഇപ്പോൾ സാബിത് നാസർ ഉള്ളത്. അതുകൊണ്ട് തന്നെ ഈ 13 ദിവസത്തെ ചോദ്യം ചെയ്യൽ അത് നിർണായകമാകും എന്നാണ് അന്വേഷണ സംഘം കരുതുന്നത്. ഇതിനോടകം തന്നെ വളരെ വിലപ്പെട്ട നിർണായകമായ വിവരങ്ങൾ സാബിത് നാസറിൽ നിന്നും ലഭിച്ചിട്ടുണ്ട്. ഇയാളെ ഇപ്പോൾ NIA-യുടെയും CBI-യുടെയും സാന്നിധ്യത്തിലാണ് ചോദ്യം ചെയ്യുന്നത് എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. NIA അന്വേഷിക്കുന്നത് ഇതിൻ്റെ പിന്നിലെ തീവ്രവാദ ബന്ധമാണ്. അതായത് ഈ അവയവ കടത്തിൽ നിന്ന് കിട്ടുന്ന വലിയ രീതിയിലുള്ള ലാഭം അത് തീവ്രവാദ പ്രവർത്തനങ്ങൾക്ക് ഉപയോഗിച്ചിട്ടുണ്ടോ എന്നാണ് ഇപ്പോൾ NIA അന്വേഷിക്കുന്നത്. കാരണം ഇറാനിലാണ് ഈ സാമ്പത്തിക ഇടപാടുകളൊക്കെയും നടന്നിട്ടുള്ളത്. ഇറാൻ കേന്ദ്രീകരിച്ചിട്ടാണ് ഈ ദാതാക്കളെ എത്തിച്ചിട്ടുള്ളതും അവിടെ നിന്നും അവയവങ്ങൾ കടത്തിക്കൊണ്ട് പോയിട്ടുള്ളതും കച്ചവടം നടത്തിയിട്ടുള്ളതും ഇറാനിലാണ്. ഇറാൻ എന്ന രാജ്യത്തിന് നിരവധി തീവ്രവാദ സംഘടനകളുമായി ബന്ധമുള്ള കാര്യം നമുക്കറിയാം. അവർക്ക് പല പ്രോക്സി സംഘടനകളുമുണ്ട്, ഹൂതികളുണ്ട്, അതുപോലെ തന്നെ മറ്റ് പല തീവ്രവാദ സംഘടനകൾ, ഹമാസ് പോലുള്ള തീവ്രവാദ സംഘടനകൾക്ക് ഇറാനുമായി ബന്ധമുണ്ട്. ഇപ്പോൾ തന്നെ ഇസ്രായേലും ഹമാസും തമ്മിലുള്ള യുദ്ധം നടന്നു വരികയാണ്. അതുകൊണ്ട് തന്നെ ഈ അവയവക്കടത്തിൽ നിന്ന് സ്വരൂപിക്കപ്പെട്ട പണം അത് തീവ്രവാദ പ്രവർത്തനങ്ങൾക്ക് ഏതെങ്കിലും രീതിയിൽ ഉപയോഗിച്ചിട്ടുണ്ടോ, അതിന് ഏതെങ്കിലും രീതിയിലുള്ള അന്താരാഷ്ട്ര ബന്ധങ്ങൾ ഉണ്ടായിട്ടുണ്ടോ, ആ തീവ്രവാദത്തിന് ഉപയോഗിക്കപ്പെട്ട പണം ഇന്ത്യയിലെത്തിയിട്ടുണ്ടോ, ഇത്തരം കാര്യങ്ങളാണ് ഇപ്പോൾ NIA അന്വേഷിക്കുന്നത്. CBI സംഘവും ഇതിനകത്തുണ്ട്. ഇത് കേരള പോലീസും കേന്ദ്ര ഏജൻസികളും സംയുക്തമായി തന്നെ നടത്തുന്ന ഒരു അന്വേഷണമാണ്. ആ അന്വേഷണമാണ് ഇപ്പോൾ 2 പ്രതികളെ കുടുക്കിയിരിക്കുന്നത്. രണ്ടാമത്തെയാൾ സജിത്ത് ശ്യാമിനെ ഉടൻ തന്നെ കോടതിയിൽ ഹാജരാക്കാൻ അന്വേഷണ സംഘം പദ്ധതിയിടുന്നുണ്ട്. മുഖ്യപ്രതി ഏതാണ്ട് വലയിലായി കഴിഞ്ഞു എന്ന് തന്നെയാണ്. മുഖ്യപ്രതിയെ കേന്ദ്രീകരിച്ചിട്ടുള്ള അന്വേഷണമാണ് ഇപ്പോൾ നടക്കുന്നത്. അന്താരാഷ്ട്ര അവയവ മാഫിയ സംഘം, ആ സംഘത്തിന് കേരളത്തിലെ പ്രത്യേകിച്ചും ഇന്ത്യയിലെ പ്രവർത്തനങ്ങൾക്ക് നേതൃത്വം നൽകുന്നയാളാണ് ഇനി പിടിയിലാകാനുള്ളത് എന്നാണ് ലഭിക്കുന്ന സൂചന. മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം, ഈ സാബിത്
നാസറിന്റെ സാമ്പത്തിക ഇടപാടുകളെക്കുറിച്ചുള്ള അന്വേഷണമാണ് ഇപ്പോൾ നടക്കുന്നത്. പ്രധാനമായിട്ടും ഈ സാമ്പത്തിക ഇടപാടുകളിലൂടെ സഞ്ചരിക്കുമ്പോഴാണ് അന്വേഷണ സംഘത്തിന് പുതിയ പുതിയ വിവരങ്ങൾ, നിർണായകമായ വിവരങ്ങൾ ലഭിക്കുന്നത്. കാരണം ബാങ്ക് മുഖേനയാണ് ഈ അവയവ ദാനവുമായി ബന്ധപ്പെട്ട ഇടപാടുകൾ നടത്തിയിട്ടുള്ളത്. അതുകൊണ്ട് തന്നെ ബാങ്ക് അക്കൗണ്ടുകളെ കുറിച്ചുള്ള വിവരങ്ങൾ അത് സ്വരൂപിക്കാനായി ബാങ്കുകൾക്ക് അന്വേഷണ സംഘം കത്ത് നൽകിയിട്ടുണ്ട്. ഈ വിവരങ്ങളെല്ലാം ലഭിച്ചത് സാബിത് നാസറിന്റെ ഫോണിൽ നിന്നാണ്. ശാസ്ത്രീയമായ ഫോറൻസിക് പരിശോധനയ്ക്കായി കൂടുതൽ വിവരങ്ങൾ ആ ഫോണിൽ നിന്ന് ശേഖരിക്കുന്നതിനായി പോലീസ് ശാസ്ത്രീയ പരിശോധനയ്ക്കായി മൊബൈൽ ഫോൺ അയച്ചിട്ടുണ്ട് എന്ന വിവരവും ഇപ്പോൾ പുറത്തു വരികയാണ്. വെബ് ഡെസ്ക് തത്തുമൈ ന്യൂസ്.